സംസ്ഥാനമാകെ ഉറ്റുനോക്കിയ രാഷ്ട്രീയ മത്സരമായിരുന്നു തൃശൂർ കൊടുങ്ങല്ലൂർ നഗരസഭയിലേത്. LDFും BJPയും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടം. ഒറ്റ സീറ്റ് വ്യത്യാസത്തിൽ മാത്രം കഴിഞ്ഞ തവണ കടന്നുകൂടിയ LDF ഇക്കുറി ഗംഭീരമായ തിരിച്ചുവരവാണ് നടത്തിയത്. എന്നാൽ കണക്കുകൂട്ടലുകളെല്ലാം പിഴച്ച് BJPക്ക് ഞെട്ടിക്കുന്ന പരാജയമാണ് നേരിടേണ്ടി വന്നത്. അരനൂറ്റാണ്ടിലേറെ കാലത്തെ ഇടതുപക്ഷ ഭരണം നിലനിന്ന നഗരസഭ. എന്നാൽ 2020 BJPയുടെ കുതിപ്പിൽ ഇടതുപക്ഷമാകെ ആടിയുലഞ്ഞു. ഒറ്റ സീറ്റിന്റെ ബലത്തിൽ LDF രക്ഷപ്പെട്ട സമയം തൊട്ട് കൊടുങ്ങല്ലൂരും രാഷ്ട്രീയ കേരളവും കാത്തിരുന്നതാണ് 2025 തദ്ദേശ പോരാട്ടം. മാസങ്ങളോളം നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കൊടുവിൽ നാടും നഗരവും ഇളക്കിമറിച്ചാണ് മുന്നണികൾ പ്രചാരണം പൂർത്തിയാക്കിയത്. പവറും പണവും ആവോളം ഉപയോഗിച്ചായിരുന്നു BJP പ്രചാരണം. എന്നാൽ ആസൂത്രിതമായ സംഘടനാ പ്രവർത്തനമായിരുന്നു LDFന്റെ കരുത്ത്. അതിനു മുന്നിൽ നിന്ന് നേതൃത്വം നൽകിയത് യുവ CPIM നേതാവായ മുഷ്താഖ് അലിയാണെന്ന് സംശയമില്ലാതെ പറയാനാകും. ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മാത്രം വിജയമായല്ല ഞങ്ങൾ കാണുന്നത്. കൊടുങ്ങല്ലൂരിലെ മുഴുവൻ മതനിരപേക്ഷ വിശ്വാസികളുടെയും ജനാധിപത്യ ശക്തികളുടെയും കൂട്ടായ വിജയമായാണ് LDF ഈ വിജയത്തെ വിലയിരുത്തുന്നത്. ഈ വിജയം കൊടുങ്ങല്ലൂരിന്റെ വിജയമാണ്, കൊടുങ്ങല്ലൂരിലെ ജനങ്ങളുടെ വിജയമാണ്. തുടരണം സമാധാനം, തുടരണം വികസനം എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് LDF ഈ തെരഞ്ഞെടുപ്പിനെ മുന്നോട്ട് പോയത്. കഴിഞ്ഞ തവണത്തെ 22 സീറ്റിൽ നിന്നും ഇത്തവണ 25 വിജയിച്ചാണ് LDF വീണ്ടും കൊടുങ്ങല്ലൂരിലെ ജനവിധി അനുകൂലമാക്കിയത്. 2020 21 സീറ്റ് നേടിയ BJP ആകട്ടെ കണക്കുകൂട്ടലുകൾ പിഴച്ച് 18 ചുരുങ്ങി. എന്നാൽ സിറ്റിംഗ് വാർഡുകളിൽ 4 കൈവിടേണ്ടി വന്നതാണ് BJPയുടെ പരാജയത്തിന് ആക്കം കൂട്ടുന്നത്. അതേസമയം നഗരസഭയിൽ ഒറ്റ സീറ്റിൽ മാത്രം മുൻപ് ഒതുങ്ങിയ കോൺഗ്രസിനും ഇത്തവണ 3 സീറ്റുകൾ നേടി നില മെച്ചപ്പെടുത്താനായി. ഫലപ്രഖ്യാപനം പൂർത്തിയായപ്പോൾ എല്ലാ മുന്നണികൾക്കും കൊടുങ്ങല്ലൂർ ചില പാഠങ്ങൾ ബാക്കി വയ്ക്കുന്നുണ്ട്. 45 സീറ്റിൽ മത്സരിച്ച BJP 27 ഇടങ്ങളിലും പരാജയപ്പെട്ടത് വേരോട്ടമുള്ള മണ്ണിലും അവരുടെ സംഘടനാ ദൌർബല്യമാണ് വ്യക്തമാക്കുന്നത്. 24 ഇടങ്ങളിൽ മത്സരിച്ച് 17 സീറ്റുകളിലാണ് CPIMന് വിജയിക്കാനായത്. 22 സീറ്റിൽ മത്സരിച്ച CPIക്കാവട്ടെ 2 വാർഡുകൾ കൂടി നഷ്ടപ്പെട്ട് 8 ഇടങ്ങളിലേക്ക് ചുരുങ്ങേണ്ടി വന്നു. CPIയുടെയും മുന്നണി ബന്ധത്തിന്റെയും കരുത്ത് LDFന് ചോരുന്നത് കാട്ടിത്തരുന്നതാണ് ഫലം. LDFും BJPയും തമ്മിലുള്ള പോരാട്ടമായിരുന്നെങ്കിലും 35 ഇടങ്ങളിലാണ് UDF 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത്. അതുകൊണ്ട് തന്നെ സംഘടനാ സംവിധാനങ്ങളാകെ അടിമുടി ഉടച്ചു വാർത്തിട്ടല്ലാതെ കോൺഗ്രസും UDFും കൊടുങ്ങല്ലൂരിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടതില്ലെന്ന യാഥാർത്ഥ്യവും ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ബാക്കിയാവുകയാണ്. ന്യൂസ് മലയാളം, തൃശൂർ.